ഹായ് നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആന്റോണിൻ പനേങ്കയെ കുറിച്ചാണ്. ചെക്കോസ്ലോവാക്കിയയുടെ ചെക്കായി മാറിയ തലതൊട്ടപ്പനായ താരമാണ് ആന്റോണിൻ പനേങ്ക. വേലിക്കൽ കിടന്ന പാമ്പിനെടുത്ത് കഴുത്തിൽ ചുറ്റിയ വെസ്റ്റ് ജർമ്മനിക്ക് തെട്ടിന്റെ പണി കൊടുത്ത കഥയിലെ നായകനാണ് ആന്റോണിൻ പനേങ്ക. ചെക്കോസ്ലോവാക്കിയയുടെ മണ്ണിൽ പ്രാഗിൽ 1948 ആന്റോണിൻ പനേങ്ക ജനിക്കുന്നത്. 1967 മുതൽ ചെക്കോസ്ലോവാക്യൻ ക്ലബ്ബായ ബൊഹീമിയൻസ് പ്രാഗിൽ നന്നായി ആന്റോണിൻ പനേങ്ക കളിക്കുവാൻ തുടങ്ങി. മികച്ച രീതിയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിക്കളത്തിൽ വേരോടിയ താരമായി ആന്റോണിൻ പനേങ്ക വളരുകയായിരുന്നു. അങ്ങനെ 1973 ചെക്കോസ്ലോവാക്യയ്ക്ക് വേണ്ടി ദേശീയ കുപ്പായം അണിയാനുള്ള ഭാഗ്യം ആന്റോണിൻ പനേങ്കയ്ക്ക് ലഭിച്ചത്. ആന്റോണിൻ പനേങ്കയുടെ സ്റ്റൈല് തന്നെ ഒരു വ്യത്യസ്തമായിരുന്നു. പുഡിംഗ് പോലെ ഏർക്കെട്ടും കൊഴുത്ത മീശയും വശ്യമായ ചാരുതയും കൊണ്ട് ഏവരെയും ആന്റോണിൻ പനേങ്ക മോഹിപ്പിച്ചിരുന്നു. ഒരു വെൽവെറ്റ് വിപ്ലവകാരിയാണ് ആന്റോണിൻ പനേങ്കയെന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. സെറ്റ് പീസ് കിക്കുകൾ തനതായ രീതിയിൽ നടപ്പിലാക്കുന്ന ആന്റോണിൻ പനേങ്ക കളിക്കളത്തിൽ വ്യത്യസ്തനായി മാറി തുടങ്ങി. അങ്ങനെ 1976 യൂറോ കപ്പ് യോഗ്യതാ മത്സരങ്ങൾ തുടങ്ങിയ കാലത്ത് ടീമിൽ ആന്റോണിൻ പനേങ്ക മുഴുവനായി മുഴുകി ചേരുകയായിരുന്നു. സാങ്കേതികവും ക്രിയാത്മകവും മികവുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ആന്റോണിൻ പനേങ്ക കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം തന്നെയായിരുന്നു അത്. സെറ്റ് പീസ് കിക്കുകൾ എടുത്ത് ആരാധകരെ ആനന്ദത്തിലാക്കുന്ന പനേങ്കയ്ക്ക് ഒരു സിദ്ധാന്തമുണ്ട്. നമ്മുടെ സന്തോഷത്തിനും ആരാധകരുടെ ആനന്ദത്തിനും വേണ്ടി പന്ത് തട്ടണം, കളിക്കണം. ഇതായിരുന്നു ആന്റോണിൻ പനേങ്കയുടെ സിദ്ധാന്തം തന്നെ. അങ്ങനെ ആന്റോണിൻ പനേങ്ക ചെക്കോസ്ലോവാക്യൻ ടീമിൽ ചേർന്നതോടുകൂടി ചെക്കോസ്ലോവാക്യ ഒരു മാസായി മാറി എന്ന് വേണം പറയാൻ. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന 1976 യുവേഫ യൂറോപ്യൻ ഫുട്ബോൾ മാമാങ്കം യുഗോസ്ലാവിയയുടെ മണ്ണിൽ അരങ്ങേറി. ഇംഗ്ലണ്ടുമായാണ് ചെക്കോസ്ലോവാക്യ ആദ്യമേ തന്നെ ഏറ്റുമുട്ടിയത്. പക്ഷേ ഇംഗ്ലണ്ടിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ 3 ഗോളുകൾ വാങ്ങിക്കൂട്ടി ചെക്കോസ്ലോവാക്യ ആദ്യമേ തന്നെ പരാജയപ്പെട്ട് പോകുകയായിരുന്നു. എന്നാൽ അവർ ദുഃഖിച്ചില്ല, സങ്കടപ്പെട്ടില്ല. അടുത്ത മത്സരത്തിൽ സൈപ്രസിനെ 4-0 തകർത്ത് വിട്ടുകൊണ്ട് മുന്നോട്ട് അവർ അങ്ങനെ പാഞ്ഞു. അടുത്ത മത്സരത്തിൽ പോർച്ചുഗലിനെ 5 ഗോളുകൾ കൊണ്ട് എതിരില്ലാതെ തോൽപ്പിക്കുകയായിരുന്നു ചെക്കോസ്ലോവാക്യ. പിന്നീട് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ സോവിയറ്റ് യൂണിയനെ 2 ഗോളുകൾ കൊണ്ട് പൂട്ടി കെട്ടിച്ചുകൊണ്ട് ചെക്കോസ്ലോവാക്യ സെമി ഫൈനലിലേക്ക് കുതിച്ചു കയറി. ജൂൺ 16, 1976 അന്ന് നടന്ന സെമി പോരാട്ടത്തിൽ യോഹാൻ ക്രൈഫിന്റെ ഓറഞ്ച് പടയെ നെതർലൻഡ്സിനെ ചെക്കോസ്ലോവാക്യ 3 ഗോളുകൾ കൊണ്ട് കീറി മുറിക്കുകയായിരുന്നു. അവരങ്ങനെ സെമി പോരാട്ടത്തിൽ വിജയിച്ച് ഫൈനലിലേക്ക് നടന്നു കയറി. അക്കാലത്തെ മാസ് ടീം എന്നൊക്കെ പറഞ്ഞ വെസ്റ്റ് ജർമ്മനി ആയിരുന്നു എന്നും മുന്നിൽ. യുഗോസ്ലാവിയൻ കരുത്തിനെ അങ്ങനെ യൂറോ കപ്പിൽ തോൽപ്പിച്ചുകൊണ്ട് യൂറോ കപ്പിന്റെ ഫൈനൽ മുഖത്തേക്ക് വെസ്റ്റ് ജർമ്മനി അങ്ങനെ കടന്നു വന്നു. അങ്ങനെ യുഗോസ്ലാവിയൻ മണ്ണിൽ 76 യൂറോ കപ്പ് പോരാട്ടത്തിന്റെ ഫൈനൽ അരങ്ങേറി. അങ്ങനെ ചെക്കോസ്ലോവാക്യ വെസ്റ്റ് ജർമ്മനിയെ നേരിടുമ്പോൾ ചെക്കോസ്ലോവാക്യയുടെ കരുത്തിന് മുന്നിൽ വെസ്റ്റ് ജർമ്മനി ആദ്യമേ തന്നെ പതറി പോകുകയായിരുന്നു. വാശിയോടെ തകർത്ത് കളിച്ച ചെക്കോസ്ലോവാക്യയ്ക്ക് വേണ്ടി 8-ാം മിനിറ്റിൽ സ്ലെഹിക്ക് ഒരു തകർപ്പൻ ഗോള് കണ്ടെത്തി. വീണ്ടും വാശിയോടെ മുന്നോട്ട് കളിച്ച ചെക്കോസ്ലോവാക്യയ്ക്ക് വേണ്ടി ഡോബിയാസ് 25-ാം മിനിറ്റിൽ ലീഡ് ഉയർത്തി. അങ്ങനെ ചെക്കോസ്ലോവാക്യ പോരാട്ട വീരം കൊണ്ട് വെസ്റ്റ് ജർമ്മനിയെ പിടിച്ചു കെട്ടുന്ന ഒരു മത്സരം തന്നെയായിരുന്നു അത്. ഉടനെ തന്നെ ഉണർന്നു കളിച്ച വെസ്റ്റ് ജർമ്മനിക്ക് വേണ്ടി 28-ാം മിനിറ്റിൽ മുള്ളർ ഒരു ഗോള് കണ്ടെത്തി. ചെക്കിന്റെ ഗോൾ വല കുലുക്കി. അങ്ങനെ ചെക്കോസ്ലോവാക്യയുടെ മത്സരഗതിയെ പിടിച്ചു കിട്ടുവാൻ വെസ്റ്റ് ജർമ്മനിക്ക് സാധിച്ചു. കളിയങ്കം അങ്ങനെ മുന്നോട്ട് കടന്നു പോകവേ വെസ്റ്റ് ജർമ്മനിക്ക് വേണ്ടി 89-ാം മിനിറ്റിൽ ഓൾസെബെയിൻ ഒരു തകർപ്പൻ ഗോള് കണ്ടെത്തി. അങ്ങനെ ചെക്കോസ്ലോവാക്യ സ്വന്തമാക്കേണ്ടിയിരുന്ന വിജയത്തെ വെസ്റ്റ് ജർമ്മനി സമനിലയിൽ കുടുക്കിയിടുകയായിരുന്നു. ആ ഫൈനൽ പോരാട്ടം സമനിലയായതോടുകൂടി തന്നെ എല്ലാവരും വിചാരിച്ചിരുന്നത് മത്സരം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുമെന്നായിരുന്നു. അടുത്ത ദിവസം മത്സരം പുനരാരംഭിക്കുമെന്നായിരുന്നു. അങ്ങനെയാണ് 76 യൂറോ കപ്പിന്റെ മത്സരക്രമത്തിൽ ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം മത്സരം വെച്ചാൽ, ഫൈനൽ പോരാട്ടം വെച്ചാൽ ജർമ്മനിയുടെ ടീമിലെ പ്രധാന താരങ്ങൾക്ക് ഒഴിവുകാല യാത്രയുടെ ഭാഗമായി മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും അവർ അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഉടനെ തന്നെ ജർമ്മനിയുടെ ആവശ്യപ്രകാരം പെനാൽറ്റി ഷൂട്ടൌട്ട് വെക്കുവാനുള്ള ആരംഭം കുറിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ട് വെച്ചാൽ ആ യുദ്ധത്തെ ജയിക്കാനുള്ള ചെക്കിന്റെ പടപ്പാളയത്തിലുള്ള വജ്രായുധത്തെക്കുറിച്ച് ജർമ്മനിക്കാർ ഓർത്തില്ല, അറിഞ്ഞില്ല. അങ്ങനെ ചെക്കുകാർ കാത്തുവെച്ച ആ വജ്രായുധമായിരുന്നു നമ്മുടെ പനേങ്ക മച്ചാൻ. പെനാൽറ്റി കിക്കുകളുടെ ഒരു ശാസ്ത്രജ്ഞൻ തന്നെയായിരുന്നു ആന്റോണിൻ പനേങ്ക. തന്റെ പ്രിയപ്പെട്ട ക്ലബ്ബായ ബൊഹീമിയൻസ് പ്രാഗിൽ നിരന്തരം പെനാൽറ്റി കിക്കുകൾ ആന്റോണിൻ പനേങ്ക പരീക്ഷിക്കുമായിരുന്നു.
ബൊഹീമിയൻസ് പ്രാഗിന്റെ ഗോൾ കീപ്പർ സെഡാനി ഹുറിൻസ്കോയുമായി നല്ലൊരു സൗഹൃദബന്ധം പുലർത്തിയിരുന്ന പനേങ്ക പെനാൽറ്റി കിക്കുകൾ പരീക്ഷിക്കാൻ വേണ്ടി കൂടുതൽ സമയം മാറ്റിവെച്ചിരുന്നു. പക്ഷേ ഏത് കിക്ക് എടുത്താലും ഹുറിൻസ്കോ അത് തടയുമായിരുന്നു, വിദഗ്ധമായി തടയുമായിരുന്നു. അങ്ങനെ തന്റെ സർഗ്ഗഭാവന കൊണ്ട് പുതിയൊരു കിക്കിന് പനേങ്ക രൂപകൽപ്പന ചെയ്തു. അതിവേഗം കിക്കെടുക്കുവാനായി ഓടിയെത്തുക, പോരാളിയായി നിലനിൽക്കുന്ന ഗോൾ കീപ്പർ ഇടത്തേക്കോ വലത്തേക്കോ ചാടുന്ന ആ സെക്കൻഡുകളുടെ വേഗത്തിൽ പന്തിനെ തഴുകിയില്ലെന്ന മട്ടിൽ ചെറുതായിട്ടുള്ള ഒരു കിക്ക്. അങ്ങനെ ബോള് അനസ്യൂതം വായുവിലൂടെ ഒരു ചെറു മഴവിൽ വിരിച്ചുകൊണ്ട് ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് ഗോൾ വല കുലുക്കുന്നു. ഇതാണ് ആന്റോണി പനേങ്ക കണ്ടുപിടിച്ച കിക്കിന്റെ സ്റ്റൈൽ തന്നെ. ഗോൾ കീപ്പറെ കബളിപ്പിക്കുന്ന പനേങ്കയുടെ കിക്ക് കണ്ട് സെഡാനിക് പനേങ്കയെ പ്രശംസിച്ചു. അധികം വൈകാതെ തന്നെ ഈ കിക്ക് ലോകം കീഴടക്കുമെന്ന് പനേങ്കയോട് അന്ന് സെഡാനിക് പറയുകയുണ്ടായി. അങ്ങനെ ആവേശമിരമ്പിയ ആ ഫൈനൽ പോരാട്ടത്തിന്റെ പെനാൽറ്റി യുദ്ധത്തിൽ ചെക്കോസ്ലോവാക്യ ആദ്യമേ തന്നെ 4 ഗോളുകൾ വലയിലെത്തിച്ചു. പക്ഷെ ജർമ്മനിക്ക് 3 ഗോളുകളെ വലയിലെത്തിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. 4ാം കിക്കിൽ ഹൊനൈസ് എടുത്ത കിക്കിൽ വെസ്റ്റ് ജർമ്മനിക്ക് പിഴയ്ക്കുകയായിരുന്നു. പക്ഷെ വെസ്റ്റ് ജർമ്മനി അതിൽ ദുഃഖിച്ചില്ല, നിരാശപ്പെട്ടില്ല. വെസ്റ്റ് ജർമ്മനിയുടെ ഗോൾ കീപ്പർ സെറ്റ്മെയർ ഗോൾ മുഖത്ത് അങ്ങനെ നിലയുറപ്പിക്കുകയായിരുന്നു. വെസ്റ്റ് ജർമ്മനിയുടെ ഗോൾ കീപ്പർ സെറ്റ്മെയർ കാറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗോൾ കീപ്പർ തന്നെയായിരുന്നു. അതീവ കരുത്തനായ ആ ഗോൾ കീപ്പർ പനേങ്കയെ രൂക്ഷമായി നോക്കി. അങ്ങനെ 5ാം കിക്ക് എടുക്കാനായിട്ട് നമ്മുടെ നായകൻ ആന്റോണി പനേങ്ക കടന്നു വന്നു. എന്നാൽ ആ നിമിഷം, വിസിൽ മുഴുങ്ങിയ ആ നിമിഷത്തിൽ വെസ്റ്റ് ജർമ്മനിയുടെ മുഖം മങ്ങിപ്പോവുകയായിരുന്നു. ആന്റോണി പനേങ്കയുടെ കാൽപാദം തഴുകിയിട്ട പന്ത് ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് ഗോൾ വല കുലുക്കുമ്പോൾ ചെക്കോസ്ലോവാക്യയുടെ വീരഗാഥ വിളംബരം ചെയ്യുകയായിരുന്നു. അങ്ങനെ ആന്റോണി പനേങ്ക ഏവരുടെയും പ്രിയപ്പെട്ട നായകനായി മാറി, ഹീറോയായി മാറി. ഏതു പന്തും തടയാനുള്ള കരുത്തുമായി നിലനിന്ന ഗോൾ കീപ്പർ സെറ്റ്മെയർ ഇടത്തെ മൂലയിലേക്ക് ചാടിയപ്പോൾ പന്ത് ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട്, ഗോൾ കീപ്പറെ കോമാളിയാക്കിക്കൊണ്ട് പന്ത് ഗോൾ വല കുലുക്കുകയായിരുന്നു. അങ്ങനെ ചെക്കോസ്ലോവാക്യയുടെ വീരഗാഥ ലോകം മുഴുവൻ പാടിപ്പരന്നു. അന്ന് ആന്റോണി പനേങ്ക എടുത്ത ആ കിക്കിന് പനേങ്ക കിക്ക് എന്ന് ലോകം പേരും കൊടുത്തു. ആന്റോണി പനേങ്ക തഴുകിയിട്ട ആ പന്തങ്ങനെ ഗോൾ വല കുലിക്കേന്റെ പ്രതികാരം സെറ്റ്മെയറുടെ ഉള്ളിൽ 35 വർഷത്തോളം ആളി പുകഞ്ഞു കത്തിയിരുന്നു. സെറ്റ്മെയർ 35 വർഷത്തോളം ആന്റോണി പനേങ്കയുമായി മിണ്ടുവാനോ കൂടിക്കാഴ്ച നടത്തുവാനോ കൂട്ടാക്കിയില്ല. അങ്ങനെ കാലം രൂപപ്പെടുത്തിയ ആന്റോണി പനേങ്കയുടെ സർഗ്ഗഭാവനയിൽ ഉദിച്ച ആ കിക്ക് ഒട്ടുമിക്ക പ്രിയപ്പെട്ട താരങ്ങളുടെയും ഫേവറിറ്റ് കിക്കുകളായി മാറി. മെസ്സി, സിദാൻ, പിർലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ, റാമോസ് അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളും ആന്റോണി പനേങ്കയുടെ കിക്ക് ഫലപ്രദമായി ഗോൾ വലയിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 1980 ചെക്കോസ്ലോവാക്യൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയി ആന്റോണി പനേങ്ക തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ആ കാലത്താണ് 1980 യൂറോ കപ്പ് കടന്നു വരുന്നത്. അന്ന് ആ യൂറോ കപ്പ് പോരാട്ടത്തിൽ ഗ്രീസിനെ 3 ഗോളുകൾ കൊണ്ട് തറ പറ്റിക്കുകയായിരുന്നു ചെക്കോസ്ലോവാക്യ. 6ാം മിനിറ്റിൽ ചെക്കോസ്ലോവാക്യയ്ക്ക് വേണ്ടി ആന്റോണി പനേങ്ക ഒരു തകർപ്പൻ ഗോൾ കണ്ടെത്തി. അങ്ങനെ മുന്നോട്ട് കുതിച്ച ചെക്കോസ്ലോവാക്യ ഓരോ മത്സരങ്ങളും കടന്നു കയറി ഇറ്റലിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് 1980 യൂറോ കപ്പിന്റെ 3ാം സ്ഥാനം പിടിച്ചെടുക്കുകയായിരുന്നു. 1980 ഹീറോ പരിവേഷത്തിൽ മിന്നിയ ആന്റോണി പനേങ്കയെ തേടി ഒട്ടുമിക്ക ക്ലബ്ബുകളും പിന്നാലെ കൂടി. എന്നാൽ ഒടുവിൽ ആന്റോണി പനേങ്കയുടെ മനസ്സ് ഓസ്ട്രേലിയൻ ക്ലബ്ബായ റാപ്പിഡ് വീനിലേക്ക് ചേക്കേറുകയായിരുന്നു. 1981, 82, 83 കാലഘട്ടങ്ങളിലായി, ആ വർഷങ്ങളിലായി റാപ്പിഡ് വിൻ നേടിയ ഓസ്ട്രേലിയൻ ബുണ്ടസ് ലീഗയും ഓസ്ട്രേലിയൻ കപ്പും ആന്റോണി പനേങ്കയുടെ കരുത്തുകൊണ്ട് നേടിയവയായിരുന്നു. കരിയറിൽ നിന്നും വിരമിച്ച ആന്റോണി പനേങ്ക പിന്നീട് തന്റെ പ്രിയപ്പെട്ട ക്ലബ്ബായ ബൊഹീമിയൻസ് പ്രാഗിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്തു. സെറ്റ് പീസ് കിക്കുകളിലൂടെ മിന്നിയിട്ടും കളിക്കളത്തിൽ നിറഞ്ഞു കളിച്ചിട്ടും ആന്റോണി പനേങ്ക എന്ന താരം പനേങ്ക കിക്കിലൂടെ മാത്രം അറിയപ്പെടുകയായിരുന്നു. അതെന്നെ പലപ്പോഴായി നിരാശപ്പെടുത്തിയിട്ടുണ്ടെന്ന് പനേങ്ക തുറന്നു പറയുന്നു. കാൽപന്ത് ലോകത്തെ ഫുട്ബോൾ വിസ്മയമാണ് ആന്റോണി പനേങ്ക, ചെക്കുകാരുടെ സ്വകാര്യ സ്വത്ത്. ഒരിക്കൽ ഒരു ഫ്രഞ്ച് പത്രപ്രവർത്തകൻ ഇങ്ങനെ കുറിച്ചിട്ടു: ആന്റോണി പനേങ്ക പെനാൽറ്റി കിക്കിന്റെ കവി തന്നെയാണ്. അദ്ദേഹം കുറിച്ചിട്ട മനോഹരമായ കവിതയാണ് പനേങ്ക കിക്ക്. അതെ, അത് സത്യം തന്നെയാണ്. ലോകം ഇന്നും ആന്റോണി പനേങ്കയുടെ പനേങ്ക കിക്കിനെ ആരാധിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, നെഞ്ചിലേറ്റുന്നു. ഇന്നും ഹൃദയത്തിൽ ഒരു ചെറു മഴവിൽ ആന്റോണി പനേങ്കയുടെ പനേങ്ക കിക്ക് വരയ്ക്കുന്നു. ഏവർക്കും നന്ദി.